നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബംഗ്ലാദേശിനെ അഫ്ഗാൻ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നല്ലോ. ഈ കളിയിൽ ഈ വേൾഡ് കപ്പിൻ്റെ മൊമെൻ്റ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള സംഗതി എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം നടന്നല്ലോ. ഗുൽബദീൻ നൈബിൻ്റെ ആക്ടിങ്. നൈബെ മഹാനട എന്ന് നമ്മൾ നമിച്ച് വിളിച്ചു പോകും. അത്തരത്തിലുള്ളൊരു കാര്യമാണല്ലോ ചെയ്യുന്നത്. മഴ ഇങ്ങനെ പെയ്യുന്നു. അപ്പോൾ DLS 2 റൺസിന്, പാർ സ്കോറിൽ 2 റൺസിന് മുന്നിലാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. സ്വാഭാവികമായിട്ടും കോച്ചിങ് സ്റ്റാഫ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി പറയും. അതാണ് അവിടെ ട്രോട്ട് ചെയ്തിട്ടുള്ളൂ, ജൊനാഥൻ ട്രോട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നൈബ് ആ സമയത്ത് എന്താ ചെയ്തത്? നൂർ അഹമ്മദ് ബൗൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വരുന്നു. സ്ലിപ്പിൽ നിൽക്കുന്ന നൈബ് അങ്ങ് വീഴുകയാണ്. തനിക്ക് ഹാംസ്ട്രിങ് പിടിപെട്ടു എന്ന രൂപത്തിൽ, ക്രാംസ് വന്നു എന്ന രൂപത്തിൽ അദ്ദേഹം നിലത്തങ്ങ് വീഴുന്നു. മത്സരം സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത യാതി പരിപാടിയായി പോയി. അത് 12ാമത്തെ ഓവറിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിന് 81 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ ഉണ്ടായിരുന്നത്. DLS പാർ സ്കോറിൽ 2 റണ്ണിന് മുന്നിലാണ്. അതായത് അപ്പോൾ 83 റൺസ് വേണമായിരുന്നു അപ്പോൾ കളി നിർത്തുകയാണെങ്കിൽ ബംഗ്ലാദേശ് വിജയിക്കാൻ. അപ്പോൾ 2 റൺസിന് അഫ്ഗാൻ മുന്നിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ചെയ്തത് എന്ന് വേണം വിശ്വസിക്കാൻ. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖം, ക്രാമ്പ് വന്നോ ഇല്ലയോ, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ഈ ഒരു സന്ദർഭം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്തരത്തിൽ തന്നെയാണ് തോന്നിയത്. കളി കഴിഞ്ഞപ്പോഴോ ഈ ക്രാമ്പുള്ള അല്ലെങ്കിൽ ഹാംസ്ട്രിങ് പ്രശ്നം ഉണ്ടായി എന്ന് കാണിച്ച നൈബ് അവരുടെ വിജയഘട്ടത്തിൽ ഓടുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഓടുന്നയാളായിട്ട് നമ്മൾ നൈബിനെ കാണുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം എക്സിലൊക്കെ നൈബ് വലിയ രൂപത്തിൽ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈബെ മഹാനട എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പം ഈ ഒരു പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്കാറിന് പരിഗണിക്കേണ്ട ആക്ടിംഗ് ആണ് അദ്ദേഹം നടത്തിയത് എന്ന് തരത്തിൽ പോസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഇത് അത്രയധികം പോസ്റ്റുകൾ ഉള്ളത് കൊണ്ട് ഇത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ചില പോസ്റ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ അഫ്ഗാൻ ടീമിന് അഭിനന്ദനങ്ങൾ, അതിലൊന്നും സംശയമൊന്നുമില്ല. അത് അറിയിക്കുന്ന നിരവധി പോസ്റ്റുകളുണ്ട്. പിന്നെ കൺഗ്രാജുലേഷൻ അഫ്ഗാനിസ്ഥാൻ ഇൻ T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ, ബൈ ഓസ്ട്രേലിയ. എന്നിട്ട് ഗുൽബദീൻ നൈബിനെ വെച്ചുകൊണ്ട് ഒരു ചിരിക്കുന്ന ചിത്രം വെച്ചിരിക്കുന്നു. മറ്റൊരു പോസ്റ്റ്, ഓൺലി ലെജൻഡ് നോസ് വാട്ട് ഹാപ്പൻ ടു ഗുൽബദീൻ നൈബ് എന്ന മറ്റൊരു പോസ്റ്റ് വരുന്നു. ദെൻ അടുത്ത ഒരു പോസ്റ്റ് വരുന്നത് ഓസ്കാർ ലെവൽ ആക്ടിങ് ഫ്രം ഗുൽബദീൻ നൈബ് എന്നാണ്. അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഗുൽബദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തുറന്നു പറയേണ്ടത്. ബട്ട് കളിക്കളത്തിൽ ഇതൊരു ഫണ്ണിയസ്റ്റ് തിങ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നമുക്ക് അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. നൈബെ മഹാനട നമിച്ചിരിക്കുന്നു. സ്വന്തം ടീമിനെ സെമിയിലെത്തിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.